പരസ്യപ്രചാരണം അവസാനിക്കാൻ 5 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. തമിഴ്നാട്ടിൽ മണ്ഡല പുനർനിർണയ ബില്ല് സജീവ ചർച്ചയാക്കി മാറ്റുന്നുണ്ട് DMK. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ബില്ലിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ആഹ്വാനം. ആണ്ടിപ്പട്ടിയും ദിണ്ടിഗലിലുമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രചാരണം. മക്കൾ നീതി മയ്യം അധ്യക്ഷൻ കമൽ ഹാസൻ MP DMK സഖ്യത്തിനായി ചെന്നൈയിൽ പര്യടനം നടത്തും. പ്രതിപക്ഷ നേതാവ് എടപ്പാടി K പളനിസ്വാമി സ്വന്തം മണ്ഡലമായ എടപ്പാടിയും സേലവും കേന്ദ്രീകരിച്ചാണ് പ്രചാരണത്തിനിറങ്ങുക. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. അതിൽ തമിഴ്നാട്ടിൽ ഇക്കുറി പോരാട്ടം കനക്കും. എങ്ങനെയാണ് പ്രചാരണ ചൂട്? വനിതാ സംവരണ ബില്ലൊക്കെ പ്രധാന ചർച്ചാ വിഷയമാക്കി ഉന്നയിച്ചുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. ഉറപ്പായും അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി 5 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. 23-ാം തീയതി വോട്ടെടുപ്പാണ്. 21-ന് പരസ്യ പ്രചരണം അവസാനിക്കുന്നുണ്ട്. പ്രധാന ചർച്ചാ വിഷയമായി DMK ഉയർത്തിക്കാട്ടുന്നത് ഡീലിമിറ്റേഷൻ ബില്ല് തന്നെയാണ്. മണ്ഡല പുനർനിർണയ ബിൽ വന്നാൽ അത് തമിഴ്നാട്ടുകാർക്ക് വലിയ വെല്ലുവിളിയാകും എന്നതാണ് ഓരോ പൊതുയോഗങ്ങളിലും കോർണർ യോഗങ്ങളിലും DMK നേതാക്കൾ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉയർത്തുന്ന ആരോപണവും പ്രചരണത്തിലെ വാചകങ്ങളും. അത് തമിഴ്നാട്ടിൽ ചലനമുണ്ടാക്കും എന്ന് തന്നെയാണ് DMK കരുതുന്നതും. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കഴിഞ്ഞ ദിവസം പോകാനുള്ള ആഹ്വാനം DMK പ്രവർത്തകർക്ക് അണികൾക്ക് നൽകുകയും ചെയ്തത്. ഏതായാലും ദില്ലിയിൽ നിന്നുള്ള ഒരു സംഘം വന്ന് തമിഴ്നാട്ടുകാരെ 2ാം നിര പൗരന്മാരാക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രചരണായുധം. ഏതായാലും അത് എങ്ങനെയൊക്കെ ചർച്ചയാകും എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ആ രൂപത്തിലുള്ള പ്രചരണ പരിപാടികളുമായി DMK മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ 2 ഇടങ്ങളിൽ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പ്രചരണ പരിപാടികൾ ഉണ്ട് എന്നതാണ് DMK അറിയിക്കുന്നത്. ആണ്ടിപ്പട്ടിയിലും ദിണ്ടിഗലിലുമാണ് MK സ്റ്റാലിൻ പ്രചരണത്തിന് ഇറങ്ങുക. മുഖ്യമന്ത്രിയുടെ പ്രചരണം അങ്ങനെയാണ്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനാകട്ടെ തിരുപ്പൂർ, കോയമ്പത്തൂർ, നീലഗിരി ജില്ലകളിലാണ് പ്രചരണം നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കൾ നീതി മയ്യം നടൻ കമൽ ഹാസന്റെ അധ്യക്ഷതയിലുള്ള പാർട്ടിയാണ്. ഇത്തവണ അവർ മത്സരിക്കുന്നില്ല. സീറ്റുകൾ നൽകാം എന്ന് DMK പറഞ്ഞെങ്കിലും വേണ്ട എന്നതായിരുന്നു നിലപാട്. കമൽ ഹാസൻ ഇന്ന് ചെന്നൈയിലെ വിവിധ മേഖലകളിൽ, ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്, ചെന്നൈയിലെ വിവിധ മേഖലകളിൽ DMK സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കും എന്നുള്ളതാണ്. എടപ്പാടി പളനിസ്വാമി ആകട്ടെ സ്വന്തം തട്ടകമായ സേലം അടക്കമുള്ള കോയമ്പത്തൂർ അടക്കമുള്ള മേഖലകളിലാണ് ഇന്ന് പ്രചരണത്തിനിറങ്ങുക. ഏതായാലും കളം ചൂടുപിടിക്കുകയാണ്. അതിനിടെ ഇന്നലെ TVKയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത്. ഈ വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് 8 ഗ്രാം സ്വർണവും പട്ടുസാരിയും നൽകും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ആകെ കളം ചൂടുപിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥയുടെ ചൂടിനേക്കാൾ വലിയ ചൂടാണ് തെരഞ്ഞെടുപ്പ് ചൂട് തമിഴ്നാട്ടിൽ എന്നുള്ളതാണ്. ഏതായാലും ഇനി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പോകുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. അതാണ് വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് തമിഴ്നാടുള്ളത്. മണ്ഡല പുനർനിർണയ ബില്ലടക്കം പ്രചാരണായുധമാക്കിയാണ് മുന്നണികൾ കളം നിറഞ്ഞ രംഗത്തുള്ളത്. ഒപ്പം ദേശീയ നേതാക്കളും തമിഴ്നാട് കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.